ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും ഭരണപരാജയത്തിനുമെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കെതിരെ ജനകീയ കുറ്റവിചാരണാ സദസ്സ് നടത്തി. കോട്ടമൈതാനം അഞ്ചുവിളക്കിനു സമീപം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എ. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തോളമായി നഗരത്തിലെ ജനങ്ങൾ നഗരസഭാ ഭരണാധികാരികളിൽ നിന്നും നേരിടുന്ന ദുരിതത്തിനും അവഗണനയ്ക്കുമെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും വരാനിരിക്കുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പെന്ന് തങ്കപ്പൻ അഭിപ്രായപ്പെട്ടു. നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും നോക്കുകുത്തികളായ നഗരസഭാ കെട്ടിട സമുച്ചയങ്ങളും ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭാ ഭരണത്തിന്റെ നേർക്കാഴ്ചകളാണെന്നും തങ്കപ്പൻ അഭിപ്രായപ്പെട്ടു. ഇവിടെ ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്ന ബി.ജെ.പിക്കാർ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ മുനിസിപ്പാലിറ്റി അങ്കണത്തിൽ വെച്ച് ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയും ഒരു ബിൽഡിംഗ് പോലും അദ്ദേഹം ഏതിനാണ് ഉദ്ഘാടനം അത് പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം നടത്തി പോകുന്ന ഒരവസ്ഥ. കാരണം ഇനി അടുത്ത മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് വന്നാൽ വരാൻ പോകുന്നത് ചിലപ്പോ UDF ആവും എന്ന് പേടിച്ച് ആദ്യമേ തന്നെ അത് ഉദ്ഘാടനം നടത്താനുള്ള പ്രവണതയായിരുന്നു അവർക്ക്. അപ്പൊ അവര് മണത്തിരിക്കുന്നു, അവരുടെ ഭരണം താഴെ പോകാൻ സാധ്യതയുണ്ടെന്ന് മണത്തിനതിന്റെ ഫലമായിട്ടാണ് പൂർത്തീകരിക്കാത്ത ബിൽഡിംഗ് ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവന്നത്. ഒരു കാര്യമുണ്ട്, ഞാൻ ആരുടെയും ഒരു മോശമായി കാണുന്നത്, കേന്ദ്രമന്ത്രിയാണ്, തൃശ്ശൂർ MP ആണ്, അദ്ദേഹം സാമാന്യ ബുദ്ധി വേണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെയും ഇവിടെ പാലക്കാടിലെ ബി.ജെ.പിയുടെ നേതൃത്വം കബളിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹമാണെങ്കിലോ പാലക്കാട് വന്നപ്പോ അദ്ദേഹം നല്ല രീതിയാണ് പാലക്കാട് പെരുമാറിയത്. അദ്ദേഹം പറഞ്ഞു, പാലക്കാടിലെ ജനങ്ങൾ, ഞാൻ വാക്ക് പറയുന്നില്ല, വളരെ മോശമായിട്ട് പാലക്കാട് ജനങ്ങളെ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C.V. സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി P.V. രാജേഷ്, DCC സെക്രട്ടറി V. രാമചന്ദ്രൻ, KM ഫെബിൻ, P.K. പ്രിയകുമാരൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട, K. ഭവദാസ്, P.H. മുസ്തഫ, ബോബൻ മാട്ടുമന്ത, C. കിദർ മുഹമ്മദ്, നഗരസഭാംഗങ്ങളായ A. കൃഷ്ണൻ, സുഭാഷ് യാക്കര, സാജോ ജോൺ, D. ഷജിത് കുമാർ, F.B. ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.